ഹലോ എവ്രി വൺ, ദിസ് ഈസ് ഹൃദ്യ ദിനേശ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോൾട്ടിങ് ആൻഡ് സ്ലെറോട്ടൈസേഷൻ ആണ്. സോ ഒരു ഇൻസെക്റ്റിൽ എങ്ങനെയാണ് മോൾട്ടിങ്ങും അതുപോലെ തന്നെ സ്ലെറോട്ടൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം വരുന്നതാണ് മോൾട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ മോൾട്ടിങ് എന്ന് പറയുന്നത് സിംപ്ലി അവിടെ രണ്ട് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഒന്നെന്ന് പറയുന്നത് ആദ്യം നമുക്കറിയാം ക്യൂട്ടിക്കളിൻ്റെ താഴെയായിട്ട് എപ്പിഡാമൽ സെൽസ് ഉണ്ടായിരിക്കും. സോ ഈ ക്യൂട്ടിക്കൾ ഷെഡ് ചെയ്യുന്നതിന് ആദ്യം ഈ എപ്പിഡാമൽ സെൽസിൽ നിന്ന് ക്യൂട്ടിക്കൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വരുന്നത്. അതിനുശേഷം വരുന്നതാണ് ഈ ക്യൂട്ടിക്കളിൻ്റെ ഓൾ ക്യൂട്ടിക്കളിൻ്റെ ഷെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ സെപ്പറേഷൻ ഓഫ് എപ്പിഡാമൽ സെൽസ് ഫ്രം ദ ഓൾ ക്യൂട്ടിക്കളിനെയാണ് നമ്മൾ ആപ്പിലൈസിസ് എന്ന് പറയുന്നത്. പിന്നെ ഈ റെമനൻസ് ഓഫ് ഓൾ ക്യൂട്ടിക്കളിൻ്റെ ഷെഡിങ്ങിന് നമ്മൾ എഗ്ഡൈസിസ് എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രോസസ്സസാണ് മോൾട്ടിങ്ങിൽ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് ശേഷമാണ് ഈ എഗ്ഡൈസിസിന് ശേഷമായിരിക്കും ഈ ന്യൂ ക്യൂട്ടിക്കൾ എക്സ്പാൻഡ് ചെയ്യുന്നതും കെമിക്കലി മോഡിഫൈ ചെയ്തിട്ട് സ്ലെറോട്ടൈസേഷനൊക്കെ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം എന്തിനാണ് ഒരു ഇൻസെക്റ്റ് മോൾട്ട് ചെയ്യുന്നതെന്നുള്ളത്. എന്താണ് ഇതിൻ്റെ നെസസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ക്യൂട്ടിക്കൾ എന്ന് പറയുന്നത് വെർച്വലി ഇൻഎക്സ്റ്റെൻസിബിളാണ്. സ്ലെറോട്ടൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് ആ ബോഡി പാർട്സിനെ, ആ ഇൻസെക്റ്റിൻ്റെ ബോഡി പാർട്സിനെ വല്ലാതെ ലിമിറ്റ് ചെയ്യും. എസ്പെഷ്യലി ഗ്രോത്തിൻ്റെ കാര്യത്തിൽ വല്ലാതെ ലിമിറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഗ്രോത്തിന് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മോൾട്ടിങ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ആ ഇൻസെക്റ്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്തൊക്കെ സ്റ്റേജസ് ആണ് മോൾട്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ പല എന്താ പറയുക എപ്പിഡെർമിസിലുള്ള ചേഞ്ചസും അതുപോലെ തന്നെ ആപ്പിലൈസിസും പിന്നീട് വരുന്നതാണ് അവിടെ പഴയ ക്യൂട്ടിക്കളിൻ്റെ ഡൈജഷനും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ അവിടെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പാർട്ടിക്കിൾസ് എല്ലാം ഡൈജസ്റ്റ് ചെയ്ത പഴയ ഓൾഡ് ക്യൂട്ടിക്കളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ തിരിച്ച് റീസോർബ് ചെയ്യുകയും അതിനെ കൺസർവ് ചെയ്ത് വയ്ക്കുകയും പിന്നെ പുതിയൊരു ക്യൂട്ടിക്കളിൻ്റെ ഫോർമേഷനുമാണ് മൊത്തത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയധികം പ്രോസസ്സസാണ് മോൾട്ടിങ്ങിൽ വരുന്നത്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഏതൊക്കെ പ്രോസസ്സാണ് വരുന്നത് എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം എപ്പിഡെർമിസിലെ പല ചേഞ്ചസാണ് ആദ്യം മോൾട്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് എപ്പിഡെർമിസിൻ്റെ സെൽ ഡെൻസിറ്റിയിലും അതുപോലെ തന്നെ സെൽ ഷേപ്പിലും പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വെൽ സ്ലെറോട്ടൈസ്ഡ് ആയിട്ടുള്ള ഇൻസെക്റ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എപ്പിഡെർമൽ സെൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഇൻ്റർമോൾട്ട് പീരീഡിൽ ഫുള്ളി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെന്ന് പറയുന്നത് മോൾട്ടിങ് സൈക്കിളിൻ്റെ ഓൺസെറ്റിൽ സെൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറച്ച് കൂടിയിട്ടും പിന്നെ അതിനൊരു ഷാർപ്പായിട്ടുള്ള ഇൻക്രീസും ഒരു ചെറിയ ഡിക്രീസ് ക്യൂട്ടിക്കുലർ എക്സ്പാൻഷൻ്റെ സമയത്ത് ചെറിയൊരു ഡിക്രീസും അതിനുശേഷം എഗ്ഡൈസിസ് ആയിട്ടാണ് നമുക്ക് എന്താ പറയുക പല ഇൻസെക്ട്സിൽ വെൽ സ്ലെറോട്ടൈസ്ഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് ഉള്ള പല ഇൻസെക്ട്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് ലാവൽ ഫോംസിലാണെങ്കിൽ ഫ്ലെക്സിബിൾ ക്യൂട്ടിക്കിളുള്ള ലാവൽ ഫോംസിലേക്ക് വരികയാണെങ്കിൽ അത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് പീരീഡ് ഓഫ് ഫീഡിങ് എഗ്ഡൈസിസിന് തൊട്ട് മുന്നായിട്ട് പീരീഡ് ഓഫ് ഫീഡിങ് ഉണ്ടായിരിക്കും. ആ സമയത്ത് എന്താ പറയുക ഈ ക്യൂട്ടിക്കിളിന് മുകളിലുള്ള സെൽസ് എന്ന് പറയുന്നത് അൺഫോൾഡ് ചെയ്യുകയും സെൽസ് റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം മൈറ്റോസിസ് ഒക്വയർ ചെയ്യുമ്പോഴായിരിക്കും സെൽ നമ്പറിൽ ഇൻക്രീസ് ഉണ്ടായിരിക്കുക. അങ്ങനെ സെൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുത്തനെ ഒരു ഷാർപ്ലി ഇൻക്രീസ് ആണ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് ഉള്ള ലാവൽ ഫോംസിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ സെൽ ഡെൻസിറ്റിയിലുള്ള ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ സെൽ ഷേപ്പിലും പല ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൈക്ക് ഇപ്പോൾ റോഡ്നിയസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ മോൾട്ടിങ്ങിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർവേർഡ്സ് നമുക്ക് എന്താ പറയുക ഈ സ്ക്വാമസ് ആയിട്ട് അവരുടെ സെൽസ് സ്ക്വാമസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ആദ്യം കൊളംനാർ ആയിട്ടുള്ള സെൽസ് പിന്നീട് സ്ക്വാമസ് ആവുകയാണ് ചെയ്യുന്നത് മോൾട്ടിങ്ങിന് ശേഷം. അതിനുശേഷം അവർ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് വരുന്നതായിട്ട് കാണാം. ഇനി കാറ്റർപില്ലേഴ്സിൻ്റെ കേസിലാണെങ്കിൽ വേറൊരു രീതിയിലാണ്. ലൈക്ക് അത് പ്രോഗ്രസീവ്ലി ആണ് ഡീപ്പറായിട്ട് വരിക. ആപ്പിക്കൽ ടു ബേസൽ മെംബ്രെയിൻ ആയിട്ടാണ്. ആപ്പിക്കൽ ടു ബേസൽ മെംബ്രെയിനിൽ നിന്ന് പ്രോഗ്രസീവ്ലി നമുക്ക് ഡീപ്പറായിട്ട് കാണാം ഇൻ ദ ഡേയ്സ് ഫോളോയിങ് എഗ്ഡൈസിസ്. അപ്പോൾ അങ്ങനെ സെൽ ഡെൻസിറ്റിയിലും സെൽ ഷേപ്പിലും വളരെയധികം വ്യത്യാസങ്ങൾ നമുക്ക് ഈ മോൾട്ടിങ് പീരീഡിൽ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആപ്പിലൈസിസ് എന്ന് പറയുന്നത്. ആപ്പിലൈസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ക്യൂട്ടിക്കിൾ
എപ്പിഡെർമൽ സെല്ലിൽ നിന്നുള്ള സെപ്പറേഷനെയാണ് നമ്മൾ അപ്പോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെപ്പറേഷൻ മൂലം തന്നെ അവിടെ ഒരു സ്പേസ് ഫോം ചെയ്യും. അതായത് എപ്പിഡെർമൽ സെൽസിനും നമ്മുടെ ഓൾഡ് ക്യൂട്ടിക്കൽ സെൽസിനും തമ്മിൽ ഒരു ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു സ്പേസിനെയാണ് എക്സൂവിയൽ സ്പേസ് അല്ലെങ്കിൽ സബ് ക്യൂട്ടിക്കുലർ സ്പേസ് ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും. എക്സൂവിയൽ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ അത്രയേ ഉള്ളൂ നമ്മുടെ അപ്പോലൈസിസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോലൈസിസ് സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മൾ നേരത്തെ കണ്ട സെൽ ഷേപ്പിലുള്ള ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ടെൻഷൻ മൂലമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ എപ്പിഡെർമൽ സെൽസിൽ നിന്ന് ഈ ക്യൂട്ടിക്കലിന് ഒരു സെപ്പറേഷൻ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില ഇൻസെക്ട്സ് ലൈക്ക് പൊഡ്യൂറൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഔട്ടർ പ്ലാസ്മ മെംബ്രെയിൻ, ഈ എപ്പിഡെർമൽ സെൽസിൻ്റെ ഔട്ടർ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് ചെറിയ ചെറിയ ഔട്ട് പുഷിങ്സ് ഫോം ചെയ്യും. അവർ സെപ്പറേറ്റ് ചെയ്ത് വെസിക്കിൾസ് ഫോം ചെയ്തിട്ട് ആ വെസിക്കിൾസ് പൊട്ടി ഫോം ഉണ്ടായിട്ട് ആ ഫോം ആയിരിക്കും ക്യൂട്ടിക്കിൾസിനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഓരോ ഓർഗാനിസം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ഓഫ് ഇൻസെക്ട്സ് വെച്ച് ഡിഫറൻസസ് കാണിക്കാറുണ്ട്. അപ്പോലൈസിസിൻ്റെ കാരണങ്ങളിൽ ഡിഫറൻസസ് കാണിക്കാറുണ്ട്. അപ്പോൾ അപ്പോലൈസിസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് ക്യൂട്ടിക്കലിൽ തന്നെ ക്യൂട്ടിക്കലിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ക്യൂട്ടിക്കിൾ ഉണ്ട്. അതിലുള്ള ക്യൂട്ടിക്കിളാണ് എൻഡോ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോ ക്യൂട്ടിക്കിളിൻ്റെ ഡൈജഷൻ എങ്ങനെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡൈജഷനായിട്ട് നമുക്ക് പല എൻസൈംസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ആ എൻസൈംസ് എന്നത് എപ്പിഡെർമൽ സെൽസ് ആയിരിക്കും. അപ്പോൾ അവിടെ മേജറായിട്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ളത് കൈറ്റിനെയും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെയും ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി കൈറ്റിനേസസും പിന്നെ പല പെപ്റ്റിഡേസസ് ലൈക്ക് ഇപ്പോൾ ട്രിപ്സിൻ ലൈക്ക് കൈമോട്രിപ്സിൻ ലൈക്ക് സെറീൻ ലൈക്ക് ആയിട്ടുള്ള പെപ്റ്റിഡേസസും വരുന്നുണ്ടായിരിക്കും. ചില സ്പീഷീസിലാണെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബിഫോർ ആപ്പിലൈസിസ് പല എൻസൈംസിനെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ മോസ്റ്റ് ലൈക്ലി അവിടെ എന്താ പറയുക, ഇങ്ങനെയുള്ള എൻസൈംസിനെ ഒന്നില്ലെങ്കിൽ അവർ ഇനാക്റ്റീവ് ആയിട്ടുള്ള സൈമോജൻ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവരെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ ഈ സൈമോജൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഇവരെ ആക്ടിവിറ്റി ബ്ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള ചില പ്രോട്ടീനേസ് ഇൻഹിബിറ്റേഴ്സോ ഇവരിൽ ഈ മോൾട്ടിംഗ് ഫ്ലൂയിഡിൽ തന്നെ പ്രസൻ്റ് ആയിട്ടുണ്ടായിരിക്കാം. പിന്നെ പല ഇൻസെക്ട് ഓർഡേഴ്സിന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൈറ്റിനേസസ് ഓൾറെഡി എപ്പോഴും ഇൻഡിക്കുന്നത് കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറ്റിനേസസിന് ആക്ട് ചെയ്യുന്നതിന് മുന്നേ ആക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം ഈ കൈറ്റിൻ്റെ ഇടയിൽ തന്നെ പല പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. നിറ്റ് പോട്ട് എന്നാണ് അവരെ പറയുക. അങ്ങനെയുള്ള നിറ്റ് പോട്ട് സ്ട്രക്ചേഴ്സ് കാരണം എന്താ പറയുക അവർ ക്ലോസ് അസോസിയേഷൻ കാരണം ഫ്രീ ആയിട്ടുള്ള കൈറ്റിനെ ഇവർക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ കൈറ്റിനേസസ് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ആ ഇൻസെക്റ്റിന് ഉണ്ടായിരിക്കില്ല. പിന്നെ നമുക്ക് വരുന്നതാണ് പിന്നെ നമുക്കറിയാം ഇപ്പോൾ എന്താ പറയുക ഈ ആക്ടിവേഷൻ ഈ എൻസൈംസിൻ്റെ ആക്ടിവേഷനെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പൊട്ടാസ്യത്തിന് എക്സൂവിയൽ സ്പേസിലേക്കുള്ള ഒരു ട്രാൻസ്പോർട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിൽ തന്നെ അക്കമ്പനൈ ചെയ്തിട്ട് കുറേ ഒരു ബൾക്ക് ഫ്ലോ ഓഫ് വാട്ടറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്, അതായത് ഈ പൊട്ടാസ്യം അതുപോലെ തന്നെ ബൾക്ക് വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ എൻസൈമിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മൾ മോൾട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ മോൾട്ടിംഗ് ഫ്ലൂയിഡിന് ഒരു അയണിക് കമ്പോസിഷൻ ഉണ്ടായിരിക്കും. ആ കമ്പോസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഈ ഡൈജഷൻ ഓഫ് ക്യൂട്ടിക്കിൾ കാരണം pHൽ പല ചേഞ്ചസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു pH ചേഞ്ചസിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ബഫറായിട്ടാണ് ഈ അയണിക് കോമ്പോസിഷൻ നമ്മളെ സഹായിക്കുക. പിന്നെ നമുക്കറിയാം എൻസൈംസ് എന്ന് പറയുന്നത് എല്ലാ അൺസ്ലൂറോട്ടൈസ്ഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കിളിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എക്ഡൈസിയൽ മെംബ്രെയിൻസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ എൻസൈംസിന് നമുക്കറിയാം പല മസിലും നെർവ് കണക്ഷൻസ് ഉണ്ടായിരിക്കും ഓൾഡ് ക്യൂട്ടിക്കിൾ, അതിനെയും കൂടെ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കണം. അവർ എന്തിനാണ് അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ പല സ്റ്റിമുലസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് മോൾട്ടിംഗ് പീരീഡ് ആണെങ്കിലും നമുക്കറിയാം പല സ്റ്റിമുലസ് എൻവയോൺമെൻറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് റിസീവ് ചെയ്യാനും അതിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്ക് നെർവ് കണക്ഷൻസും അതുപോലെ തന്നെ മസിൽസിൻ്റെയും ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവരെ
അവിടെ തന്നെ നിർത്തും. ആൻഡ് എൻസൈംസിൽ പ്രത്യേകിച്ച് എൻസൈംസ് കൊണ്ട് അവർക്ക് ഉപദ്രവമൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ മെജോറിറ്റി ഓഫ് കേസസിലും ഏകദേശം 90% ഓഫ് ദ മെറ്റീരിയലിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് റീസോർബ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ രീതിയിൽ കൺസേർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൾട്ടിംഗ് പീരീഡിൽ ഈ 4th and 5th ആയിട്ടുള്ള ലാവൽ ഇൻസ്റ്റാസിൻ്റെ സമയത്ത് ഫോഗട്ട് ആക്ടിവിറ്റീനെ മോഡുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൾട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ഇഞ്ചക്ഷന് സഹായിക്കാനാണ്. അങ്ങനെ നമ്മൾ ഡൈജഷൻ ഓഫ് എൻഡോക്യൂട്ടിക്കിൾ ഇത്രയും പ്രോസസ്സിലൂടെയാണ് നടക്കുക. അവിടെ എൻസൈംസ് ഉണ്ട്. ചിലർ സൈമോജനായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക, ചിലർ ഈവൻ ബിഫോർ ദാറ്റ് പ്രസൻ്റ് ആയിരിക്കും, ചിലർ ആ സമയത്തായിരിക്കും എന്താ പറയുക എപ്പിഡെർമിസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഡൈജഷൻ ഓഫ് എൻഡോക്യൂട്ടിക്കിൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്ഡൈസിസ് വരാൻ പോകുന്നത്. അപ്പോൾ എക്ഡൈസിസ് എന്ന് പറയുന്നത് ഡൈജഷന് ശേഷമാണ് വരുന്നത്. അതേപോലെ തന്നെ പ്രൊഡക്ട്സ് ഒക്കെ അവിടെ അതിനു മുന്നേ തന്നെ പ്രൊഡക്ട്സ് ഒക്കെ റീസോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇനി അവിടെ എന്തുണ്ടാവാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് ഓഫ് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റിയാണ് വരാൻ പോകുന്നത്. ആ ഒരു പ്രിപ്പറേറ്ററി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യൂട്ടിക്കിൾ ഇനി പുറത്തേക്ക് കളയണം, ഓൾഡ് ക്യൂട്ടിക്കിളിനെ ഷെഡ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് വരാനായിട്ട് പോകുന്നുണ്ട്. അത് പക്ഷേ ആ ഒരു പ്രോസസ്സിൽ നമുക്കൊരു പാറ്റേൺ കാണാനായിട്ട് പറ്റും. റിലേറ്റീവ്ലി സിമ്പിളായിട്ടുള്ള മോട്ടോർ ആക്ടിവിറ്റീസിൻ്റെ ഒരു പാറ്റേൺ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ട്രൈലോബി ഇൻ്റർവെൽസ് ആണ് വരുന്നുണ്ടായിരിക്കുക. ഒന്നെന്ന് പറയുന്നത് എക്ഡൈസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് 10 മണിക്കൂർ മുന്നേ ആയിരിക്കും. 10 മണിക്കൂർ മുന്നേ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർസൽ വെൻട്രൽ കോൺട്രാക്ഷൻസ് തുടങ്ങും. അങ്ങനെ അത് ആ ഒരു കോൺട്രാക്ഷൻസ് കാരണം വിഗറസ് ബൗട്ട്സ് ഓഫ് റിവേഴ്സ് ബെൻഡിങ് സംഭവിക്കും. അങ്ങനെ ബീറ്റിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ പ്രഷർ എക്സേർട്ട് ചെയ്തുകൊണ്ട് ഓൾഡ് ക്യൂട്ടിക്കിളിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇനി പ്രിപ്പറേറ്ററി ഫേസ് ഓഫ് എക്ഡൈസിസിൻ്റെ സമയത്ത് പല ഇൻസെക്ട്സും എയറും വാട്ടറും സ്വോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ സ്വോളോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ടിലും അതുപോലെ തന്നെ ഹീമോലിംഫിലും പ്രഷർ കൂട്ടാനാണ്. അങ്ങനെ പ്രഷർ കൂട്ടുന്നതിലൂടെ ഈ ഓൾഡ് ക്യൂട്ടിക്കിളിനെ ഒരു ലൈൻസ് ഓഫ് വീക്ക്നെസ് ഉണ്ടായിരിക്കും. ആ ലൈനുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പ്രഷർ നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ബ്ലഡും പല പർട്ടിക്കുലർ പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പമ്പ് ചെയ്തുകൊണ്ട് പ്രഷർ എക്സേർട്ട് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ വീക്ക് ലൈൻസിൽ അവർ സ്പ്ലിറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കും. ചില ഇൻസെക്ട്സിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മസിൽസും ഇങ്ങനെയുള്ള പമ്പിങ് മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കൺസേൺ ചെയ്തിട്ടായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഓൾഡ് ക്യൂട്ടിക്കിൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻസെക്റ്റ് അതിനെ തന്നെ പുറത്തേക്ക് ഡ്രോ ചെയ്യുന്നത് നമുക്ക് കാണാം. യൂഷ്വലി സാധാരണ കണ്ടുവരുന്നത് ഹെഡും തൊറാക്സും ആയിരിക്കും ആദ്യം പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കുക. അതിന് ശേഷമായിരിക്കും അബ്ഡോമനും അപ്പൻഡേജസും പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ പല ഇൻസെക്ട്സ് ആണെങ്കിൽ യൂഷ്വലി നമുക്ക് അറിയാം കൂടുതൽ ആൾക്കാർ ഗ്രാവിറ്റീനെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള സബ്സ്ട്രേറ്റിൽ സ്വയം സപ്പോർട്ട് ചെയ്തതിന് ശേഷം അവർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കുക. അങ്ങനെ എല്ലാ പാർട്സ് ഓഫ് ക്യൂട്ടിക്കിൾസ് ഷെഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ ക്യൂട്ടിക്കൽ പാർട്സൊക്കെ ഷെഡ് ചെയ്ത്, അത് മാത്രമല്ല നമ്മളിപ്പോൾ മോൾട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് പുറമേയുള്ള ക്യൂട്ടിക്കിൾ മാത്രമല്ല, ഇൻഡിമ, ഫോർഗട്ട് ആൻഡ് ഹൈൻഗട്ട്, അതുപോലെ തന്നെ എൻഡോഫ്രാഗ്മൽ സ്കെലറ്റനും ട്രക്കിയുടെ ലൈനിങ്ങും എക്സെപ്റ്റ് ചില ഡെലിക്കേറ്റ് ആയിട്ടുള്ള പാർട്സ് ഒഴിച്ച് ബാക്കി എല്ലാം ബ്രേക്ക് ഓഫ് ചെയ്ത് പോരുന്നുണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ ആ ഷെഡ് ഓഫ് ചെയ്ത ഓൾഡ് ക്യൂട്ടിക്കിളിനെയാണ് നമ്മൾ എക്സൂവിയ എന്ന് പറയുന്നത്. ഇനി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ് എമർജൻസിന് ശേഷം നമ്മുടെ ന്യൂ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് അൺഎക്സ്പാൻഡഡ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ എക്ഡൈസിസിന് ശേഷമായിരിക്കും ഇൻസെക്റ്റ് ന്യൂ ക്യൂട്ടിക്കിളിനെ എക്സ്പാൻഡ് ചെയ്യുന്നതും ഹാർഡൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അത്രയാണ് നമുക്ക് ഇവിടെ എക്ഡൈസിസിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ വരുന്നതാണ് ഫോർമേഷൻ ഓഫ് എപ്പി ആൻഡ് പ്രോ ക്യൂട്ടിക്കിൾ. ഇനിയായിരിക്കും എപ്പി ക്യൂട്ടിക്കിളിൻ്റെയും പ്രോ ക്യൂട്ടിക്കിളിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ന്യൂ ക്യൂട്ടിക്കിൾ സാധാരണ ജനറലി ന്യൂ ക്യൂട്ടിക്കിളിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബിഗിൻ ചെയ്യുന്നത് ഔട്ടർ എപ്പിക്യൂട്ടിക്കിളിൻ്റെ സെക്രീഷനിലൂടെയാണ്. അവർ ഈ ഔട്ടർ എപ്പിക്യൂട്ടിക്കിളിനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പാച്ചസ് ആയിട്ടായിരിക്കും ഈ എപ്പിഡെർമൽ സെൽസിൻ്റെ മൈക്രോവില്ലയുടെ ടിപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, സെക്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ അവർ മാർജിൻസിലൂടെ ഗ്രോ ചെയ്ത് ഇവഞ്ച്വലി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെയർ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുക.
അത് വോൾ എപ്പിഡെർമിസിൽ നിന്നും ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് പഴയ ഓൾഡ് ക്യൂട്ടിക്കിളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഔട്ടർ എപ്പിക്യൂട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എക്ഡൈസിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇന്നർ ലെയേഴ്സ് ഓഫ് ഓൾഡ് ക്യൂട്ടിക്കിൾ ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ അത് പിന്നീട് സ്ക്ലെറോട്ടൈസ്ഡ് ആയിട്ട് മാറുന്നു. അത്രയാണ് നമുക്ക് എന്താ പറയുക അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നർ എപ്പിക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നു ഔട്ടർ എപ്പിക്യൂട്ടിക്കിളിൻ്റെ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ. അങ്ങനെ ആപ്പിക്കൽ സർഫസസ് ഓഫ് എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി വിഡ്രോ ചെയ്യുന്നു. ഇനി പ്രൊഡക്ഷൻ ഓഫ് പ്രോക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഇന്നർ എപ്പിക്യൂട്ടിക്കിൾ ലേ ഡൗൺ ചെയ്തിട്ടാണ് പ്രോക്യൂട്ടിക്കിൾ വരുന്നുണ്ടായിരിക്കുക. ഇതിന് വേണ്ടിയിട്ട് കൈറ്റിൻ മൈക്രോഫൈബ്രിൽസിനെ എപ്പിഡെർമൽ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ സർഫസിൽ പ്ലാക്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പ്ലാക്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ന്യൂ ക്യൂട്ടിക്കിളിൻ്റെ ഡെപ്പോസിഷൻ്റെ സോൺ എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഷ്മിറ്റ്സ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് എംബ്രിയോൺ ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനുശേഷം നമുക്കറിയാം സബ്സിക്വൻ്റ് ആയിട്ടുള്ള മോൾട്ടിങ്ങിൽ അത് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ എംബ്രിയോണിക് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്പീഷീസിലും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്ക്ലെറോട്ടൈസേഷൻ ഓഫ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്ലെറോട്ടൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യൂട്ടിക്കിളിലെ പ്രോട്ടീനുകളുടെ ഇടയിൽ എന്താ പറയുക ക്രോസ് ലിങ്കിങ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ക്ലെറോട്ടൈസേഷൻ എന്ന് പറയുക. അതിൻ്റെ കൂടെ തന്നെ കൈറ്റിൻ മൈക്രോഫൈബ്രിൽസ് ഈ മെട്രിക്സിൽ എംബഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ ക്യൂട്ടിക്കിളിനെ നല്ല റിജിഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ക്ലെറോട്ടൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ക്ലെറോട്ടൈസേഷൻ എന്ന് പറയുന്നതിൽ എന്താ പറയുക നമുക്കിപ്പോൾ അറിയാം സ്ക്ലെറോട്ടൈസേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അവിടെ ഒരു കളർ ചേഞ്ച് നമ്മൾ പല ഇൻസെക്ട്സിൽ കാണുന്നുണ്ടെങ്കിലും എപ്പോഴും കളർ ചേഞ്ച് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവുന്നതിനൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പിഗ്മെൻറ്റ്സ് ആയിരിക്കും. മെലാനിൻ അല്ലെങ്കിൽ ടെറിഡൻസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റ്സിൻ്റെ ഫോർമേഷൻ കാരണമായിരിക്കാം. അപ്പോൾ ചില ഹാർഡനിങ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ക്യൂട്ടിക്കിൾ ഫോം ചെയ്യുന്നതിന് എക്ഡൈസിസിന് മുന്നേ തന്നെ ചെറിയ രീതിയിൽ ഹാർഡനിങ്സ് കാണിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട്. പിന്നെ നമുക്കറിയാം ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പ്രോക്യൂട്ടിക്കിളായിട്ട് പ്രോട്ടീൻസിനെ ലേ ഡൗൺ ചെയ്യുന്നു. പക്ഷേ അവിടെ ക്രോസ് ലിങ്കർ മോളിക്യൂൾസ് അപ്പോഴും വന്നിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ക്രോസ് ലിങ്കർ മോളിക്യൂൾസ് ആണ് നമുക്ക് ഈ സ്ക്ലെറോട്ടൈസേഷൻ ആവശ്യമായിട്ടുള്ള ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാറ്റക്കോൾ, ഡോപ്പമിൻ ആയിരിക്കും. അവരെന്ന് പറയുന്നത് സ്ക്ലെറോട്ടൈസേഷന് ഇമ്മീഡിയറ്റ്ലി തൊട്ട് മുന്നായിട്ട് തന്നെ അവരെ ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സിന് ഈ കാറ്റക്കോളമൈൻസിൻ്റെ റിങ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ കാറ്റക്കോളമൈൻസിന് ഡോപ്പമിൻ കാറ്റക്കോളമൈൻസ് ആണ്. അപ്പോൾ അവർക്ക് ഒരു റിങ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അത് ഇൻസെക്ട്സിന് സെക്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനെ ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് പല അമിനോ ആസിഡ്സും ടൈറോസിനും ഫിനൈലനാനിൻ്റെയും ആവശ്യം വരാറുണ്ട്. മിക്ക ഇൻസെക്ട്സും ഇൻ്റർമോൾട്ട് പീരീഡിൽ തന്നെ ടൈറോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഫാറ്റ് ബോഡിയിലും അതുപോലെ തന്നെ ഹീമോലിംഫിലും. അപ്പോൾ ഇവർ റിലേറ്റീവ്ലി ഇൻസൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ പല മറ്റ് കോമ്പൗണ്ട്സ് ആയിട്ട് കോൺജുഗേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവരെ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്ക്ലെറോട്ടൈസേഷൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഹീമോസൈറ്റിലായിരിക്കും. ഇനി അവിടെ പല പ്രോസസ്സാണ് ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ആ കാറ്റക്കോളമൈൻസിനെ അവർ ഡിറൈവ് ചെയ്യുന്നു, എങ്ങനെ അത് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള പല സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്പിലേക്ക് വരാം. ആദ്യം എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറോസിനെ നേരെ ഡൈഹൈഡ്രോക്സി ഞാൻ പെന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ടൈറോസിനെ നമ്മൾ ഡൈഹൈഡ്രോക്സി ഫിനൈലനാനിൽ അല്ലെങ്കിൽ ഡോപ്പ ആയിട്ട് മാറ്റാണ്. അതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ടൈറോസിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. ഇതിന് ശേഷം ഡോപ്പേനെ നമുക്ക് നേരെ ഡോപ്പമീനായിട്ട് മാറ്റണം. ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എൻസൈമാണ് ഡോപ്പ ഡീകാർബോക്സിലേസ്. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ടൈറോസിനിൽ നിന്ന് നമ്മുടെ കാറ്റക്കോളമൈൻസിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഈ ഡോപ്പമീൻ എന്ന് പറയുന്നത് മെലാനിൻ സിന്തസിസിൻ്റെ പ്രീകഴ്സേഴ്സാണ്. പക്ഷേ നമുക്കിനി സ്ക്ലെറോട്ടൈസേഷനായിട്ട് ആവശ്യമായിട്ടുള്ള ഏജൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ
ഏജൻസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിന് നമുക്ക് ഡോപ്പമീൻ ആവശ്യമാണ്. അതിനാണ് ഇത്ര പ്രോസസ്സ് ഡോപ്പമീനിനെ സെക്രീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്ലറോട്ടൈസേഷൻ ആവശ്യമായിട്ടുള്ള ഏജൻസിനെ വേണം. അവരാണ് നാഡയും അതേപോലെ തന്നെ നബാർഡ് എന്ന് പറയുന്നത്. അവരെ എൻസൈമാറ്റിക്കലി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഡോപ്പമീനെ വേണം. അപ്പോൾ ഡോപ്പമീനെ നാഡയിൽ നിന്നും അതേപോലെ നബാർഡ് എന്ന് പറയുമ്പോൾ അസറ്റൈൽ ഡോപ്പമീനും നബാർഡ് എന്ന് പറയുന്നത് അലാനൈൽ ഡോപ്പമീനും ആണ്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള എൻസൈംസ് പറയുന്നത് അസറ്റൈൽ ട്രാൻസ്ഫറേസും അതേപോലെ തന്നെ അലാനൈൽ ഡോപ്പമീൻ സിന്തേസും ആണ്. അങ്ങനെ നമുക്ക് ഈ കൈൻഡ് ഓഫ് കാറ്റക്കോളമൈൻസ് യൂസ് ചെയ്തിട്ട് സ്ലറോട്ടൈസേഷൻ ചെയ്യാവുന്നതാണ്. നാഡയാണെങ്കിൽ നമുക്ക് അറിയാം മേജറായിട്ടുള്ളൊരു നാഡ എന്ന് പറയുന്നത് അൺപിഗ്മെൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഹാർഡായിട്ടുള്ള ഹെഡ് ക്യാപ്സ്യൂൾ, മണ്ടൂക്കിയൊക്കെ പോലെയുള്ള ഇൻസെക്ട്സിൽ അൺപിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഹാർഡ് ലാവലായിട്ടുള്ള ഹെഡ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കാനാണ് നാഡ നമ്മളെ സഹായിക്കുന്നത്. അതേപോലെ തന്നെ എൻബാർഡ് ആണെങ്കിൽ ലാവൽ മാൻഡിബിൾസും, ഇപ്പോൾ ഹാർഡായിട്ടുള്ള പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് വേണ്ട ലാവൽ മാൻഡിബിൾസിനും പ്യൂപ്പേനെ ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ് എൻബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി എഗ് ഡൈജസ്റ്റിന് ശേഷം നാഡയും നബാർഡ് എന്ന് പറയുന്നത് നേരെ ക്യൂട്ടിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ അവർ ഓക്സിഡൈസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിനോൾ ഓക്സിഡൈസസ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. അപ്പോൾ ആദ്യം 2 മൾട്ടി കോപ്പർ ആയിട്ടുള്ള ഫിനോൾ ഓക്സിഡൈസസ്, നെയിംലി പറയുകയാണെങ്കിൽ ടൈറോസിനേസും ലാക്സേസും ആണ് നമ്മൾ ഇൻസെക്ട് ക്യൂട്ടിക്കിളിൽ സോഫാർ കണ്ടെത്തിയിട്ടുള്ളത്. ലാക്സേസും അതേപോലെ തന്നെ ലാക്സേസും ടൈറോസിനേസും ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ലാക്സേസ് എന്ന് പറയുന്നത് ഹൈപ്പോത്തീസിസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാറ്റക്കോൾസിനെ ഓക്സിഡൈസ് ചെയ്യുന്നതിൽ വളരെ അത്യാവശ്യമുള്ള ആൾക്കാരാണ് ലാക്സേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യുനോൺസ് ഉണ്ട്. ക്യുനോൺസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അവർ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനോൾ ഓക്സിഡൈസസ് വെച്ചിട്ട് ഫോം ചെയ്യുന്നു. അവർ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസുമായിട്ട് ഈ ലിങ്കേജ് ഉണ്ടാക്കാനായിട്ടാണ് അവർ സഹായിക്കുന്നത്. ആ ലിങ്കേജ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ എൻസൈം ആക്ടിവിറ്റിയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ കറണ്ട് ഹൈപ്പോത്തീസിസ് പ്രകാരം അവിടെ എന്താ പറയുക, ഈ ഇമിഡാസോൾ റിംഗ് ഓഫ് ഹിസ്റ്റഡൈൽ റെസിഡ്യൂസിൽ പല ന്യൂക്ലിയോഫിലിക് ആയിട്ടുള്ള അഡീഷൻ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ റിംഗ് ഓഫ് ഹിസ്റ്റഡൈൽ റെസിഡ്യൂസ് എന്ന് പറയുന്നത് RR1 ക്യൂട്ടിക്കൽ പ്രോട്ടീൻസിലാണ് ഹയർ നമ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതും ഹാർഡായിട്ടുള്ള ഹൈലി സ്ലറോട്ടൈസ്ഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കളിൽ. ഇനി ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത് 3 മോഡ്സിലൂടെയാണ് സാധാരണ നടക്കുന്നത്. ആദ്യത്തെ മോഡാണ് കിനോൺ സ്ലറോട്ടൈസേഷൻ. ഇവിടെ എന്ന് പറയുന്നത് കിനോൺ റിങ്ങും അതേപോലെ തന്നെ ക്യൂട്ടിക്കൽ പ്രോട്ടീനും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോവലന്റ് ബോണ്ടിലൂടെയുള്ള ലിങ്കേജസ് ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് മോഡ് എന്ന് പറയുന്നത് സ്ലറോട്ടൈസേഷൻ ആണ്. അവിടെ എന്ന് പറയുന്നത് കിനോൺസ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കിനോൺ മീത്തൈഡ്സ് ആയിട്ട് മാറ്റുന്നു ബൈ കിനോൺ ഐസോമറേസസ്. അങ്ങനെ അവിടെ കിനോൺ റിങ്ങും പ്രോട്ടീനും തമ്മിലുള്ളൊരു ലിങ്കേജ് വരാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ മോഡാണ് ബീറ്റ സ്ലറോട്ടൈസേഷൻ അസറ്റൈൽ ഡോപ്പമീൻ കിനോൺ മീത്തൈഡ്. അവിടെ കിനോൺ മീത്തൈഡിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,2-ഡീഹൈഡ്രോക്സി അസറ്റൈൽ ഡോപ്പമീൻ കിനോൺ ആയിട്ട് മാറ്റുന്നു. അങ്ങനെ കാർബൺ ഓഫ് കിനോൺ സൈഡ് ചെയിൻസ് ആയിട്ട് ലിങ്കേജസ് ഫോം ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ സ്ലറോട്ടൈസേഷൻ എന്ന് പറയുന്നത് ലിങ്ക് ചെയ്തിരിക്കുന്നത് കളർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസിൻ്റെ ഫോർമേഷനെ ആയിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിനോൺ ടാനിങ് ആണെങ്കിൽ കോസസ് ക്യൂട്ടിക്കിൾ ടു ഡാർക്കൻ. ഇത്രയാണ് നമുക്ക് മോൾട്ടിങ്ങും അതുപോലെ തന്നെ സ്ലറോട്ടൈസേഷനിൽ വരുന്നത്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ലിസ്ണിംഗ്.